അപ്പോൾ ഗൈസ് നമുക്ക് ഇന്നലെ കണ്ട വണ്ടി എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അടുത്ത വണ്ടി നമ്മൾ ജയ്പൂർ ഒരെണ്ണം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഡീലറിനോട് ചോദിച്ചപ്പോൾ ജയ്പൂർ 2 വണ്ടി കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് നോക്കി കൊള്ളാമെങ്കിൽ നമുക്ക് അത് എടുക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രോബ്ലം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മളിപ്പോൾ മുംബൈ ഡൽഹി ടു മുംബൈ എക്സ്പ്രസ് ഹൈവേ കൂടെ വരുന്നത്, 8 വരി പാതയിൽ കൂടെ വരുന്നത്. അപ്പം നമുക്ക് ഈ റൂമൊക്കെ എടുക്കണമെങ്കിൽ പുറത്തോട്ട് കിലോമീറ്ററോളം നമുക്ക് ഓടേണ്ടി വരും. അപ്പോൾ ഇതിനൊരു അടിപൊളി ഒരു പോംവഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ റൂമല്ല, നമ്മുടെ ഈ റെസ്റ്റ് ഏരിയകളുണ്ട്. ഓരോ 5 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 10 കിലോമീറ്റർ കൂടുമ്പോഴും റെസ്റ്റ് ഏരിയ ഉണ്ട്. ഈ റെസ്റ്റ് ഏരിയയിൽ പെട്രോൾ പമ്പ്, ഫുഡിനുള്ള കോർട്ടുകൾ, പിന്നെ അതേപോലെ റൂംസ് ഉണ്ട്. റൂംസ് എന്ന് പറയുമ്പോൾ ഡോർമെൻ്ററി ആണ്. അപ്പം 174 രൂപയേ ഉള്ളൂ പെർ ഹെഡ്. അതെന്തായാലും നല്ലൊരു പരിപാടിയാണ്. അപ്പോൾ ഇപ്പോൾ 7:15 ഇവിടുത്തെ വെട്ടം കണ്ടു. 7:15 ഇരുട്ടുന്ന പോലും. അപ്പം നമ്മളിതേണ്ട അടുത്ത വണ്ടി കാണാൻ എത്തിയിട്ടുണ്ട്. വണ്ടി കണ്ടപ്പം തന്നെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിനകത്തുള്ള ഒരു ചെറിയ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുള്ളിക്കാരൻ്റെ വണ്ടിയാണ്. അത്യാവശ്യം നീറ്റായിട്ടാണ് കൊണ്ട് നടക്കുന്നത്. വണ്ടി കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. ജസ്റ്റ് ഓടിച്ച് നോക്കിയപ്പോഴും എല്ലാം ഒരലമ്പായിട്ടൊന്നുമില്ല. പക്ഷേങ്കിൽ നമുക്കുള്ള ഒരു പ്രശ്നം, ഇതിന് ഏകദേശം ഒരു 3 ലക്ഷം രൂപ അടുത്ത് ലോണുണ്ട്. അപ്പോൾ അത് ക്ലോസ് ചെയ്ത് ഞങ്ങൾ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ ബാലൻസ് എമൗണ്ട് ക്യാഷായിട്ട് കൊടുത്താലും മതി എന്നുള്ള മെൻറ്റാലിറ്റിയിൽ പറഞ്ഞു. പക്ഷേങ്കിൽ ഉള്ള വിഷയം, ഈ അവിടുത്തെ ബാങ്കിൻ്റെ ലോൺ ക്ലോസ് ചെയ്ത് അവിടുത്തെ ഹൈപ്പോത്തിക്കേഷൻ ക്യാൻസൽ ചെയ്ത് പേപ്പറൊക്കെ കിട്ടുമ്പോഴത്തേനും ഒരു 10-15 ദിവസം എടുക്കും. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത നമ്മുടെ KL ആക്കാനുള്ള NOC കിട്ടുമ്പോൾ, ബാങ്ക് NOC അങ്ങനെ കിട്ടും, അതല്ലാതെ KL ആക്കാനുള്ള NOC കിട്ടുമ്പോഴത്തേന് വീണ്ടും ഒരു 10-15 ദിവസം കൂടെ എടുക്കും. ഇതെല്ലാം കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഒന്നീ വീണ്ടും നമ്മൾ കയറി വരണം, അല്ലെങ്കിൽ ഇവർ കയറ്റി വിടാമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അത്രയും വൈകുന്നതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അതിന് മുമ്പേ നമ്മുടെ വണ്ടി തന്നു വിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവരും, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു വണ്ടി കൂടെ നോക്കാം എന്നുള്ള പ്ലാനിലാണിപ്പോൾ.